ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറേ നെയ്മത്തി കിട്ടിയിട്ടുണ്ട്. 280 രൂപയാണ് ഒരു കിലോയ്ക്ക്. എത്ര മീനുണ്ടായാലും ഒരിക്കലും വില താരാത്തൊരു മീനാണ് മത്തി. മത്തി എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഒരു ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഇനി മത്തി കൊണ്ടുള്ള ഒരു ഡിഷാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ള ഒരു മെത്തേഡൂടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ന്യൂ കമേഴ്സിനൊക്കെ കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പഠിക്കുകയാണ്. ഇപ്പം മത്തി നമ്മൾ ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് ഇതിൻ്റെ പള്ളഭാഗമില്ലേ, അത് നോക്കി തിരിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ ചെതമ്പലെല്ലാം എടുത്ത് കളയുക. പൊളിക്കാനാണെങ്കിൽ ഇത് വറുക്കാനായതുകൊണ്ട് ഞാൻ പൊളിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് വശം ഒരുപോലെ ചെതമ്പി മാറ്റുക. വളരെ പെട്ടെന്ന് ജോലി തീരുന്നൊരു രീതിയാണ്. ചെറുമ്പുന്ന ഒരൊറ്റ ജോലിയേ ഉള്ളൂ നമുക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ പെട്ടെന്നാണ്. തലയെടുക്കാൻ ഒരു പാടുമില്ല. ചെതമ്പി കഴിഞ്ഞ് ഈ പുറത്തെ മുള്ളെടുത്ത് കളയുക. ഇനി നമ്മൾ മത്തി ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം കുറച്ച് നഖമൊക്കെ വേണം ഇതിന്. കണ്ടോ, അതിൻ്റെ കുടലുൾപ്പെടെ ഇങ്ങ് വേർപെട്ട് പോരുന്നു. കണ്ടോ, ഇനി നമ്മൾ കട്ട് ചെയ്യുക. ഇപ്പം വളരെ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉള്ളിലെ അഴുക്കെടുത്ത് കളയുക. ക്ലീനിങ് കഴിഞ്ഞു. പിച്ചാത്തി മൂർച്ചയില്ലാത്തതാണ് ഞാൻ എടുക്കുന്നത്, കൈ മുറിയുക എന്നുള്ള പേടി കൊണ്ട്. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ അഥവാ പൊളിച്ചെടുക്കാനാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പമാണ്. പുളി ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. കണ്ട, എളുപ്പം ഇങ്ങനെ വരും. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഈ മീനിനകത്ത് നടുക്കൂടെ ഈ വെള്ള കാണുന്നത് അതിൻ്റെ കണ്ടൻ്റാണ്. അത് നമുക്ക് വേണ്ടുന്ന സാധനമാണ്. അതുകൊണ്ടാണ് പൊളിക്കാതെ എടുക്കുന്നത്. പൊളിച്ച് കഴിഞ്ഞാൽ സ്കിന്നിലുള്ളത് അങ്ങ് നഷ്ടപ്പെടുമല്ലേ. നമുക്കിതെല്ലാം ശരിയാക്കിയെടുക്കാം. എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. വരയുമ്പോൾ ഉള്ളിൽ കയറ്റി നന്നായിട്ട് വരയുക. എങ്കിലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇതുപോലെല്ലാം നമുക്ക് വരഞ്ഞെടുക്കാം. മത്തിയെല്ലാം നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വേണ്ടുന്ന നാരങ്ങയാണ്. ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഈ പൊടിയൊന്ന് മിക്സ് ആവാൻ വേണ്ടി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ വറുക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ ആ മസാലയൊക്കെ ഒന്ന് മീനകത്തോട്ട് പിടിക്കത്തുള്ളൂ. നമ്മുടെ കരിവേപ്പെല്ലാം മഴയായപ്പോഴത്തേന് പൊട്ടി കിളിച്ച് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഒടിച്ച് തന്നെ എടുക്കണം എപ്പോഴും. ഇങ്ങനെ കമ്പോട് കൂടി ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊട്ടിക്കിളിക്കും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് അടപ്പിലോട്ട് വെക്കാം, പൊരിച്ചെടുക്കാം. അത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പം കുറച്ച് ഒഴിക്കുക. കുറച്ച് മത്തി ഞാൻ മാങ്ങ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതും അടപ്പത്തായിട്ടുണ്ട്. തേങ്ങ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ്. മത്തി എങ്ങനെ എടുത്താലും ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വേവട്ടെ. മീനെല്ലാം ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം മൂത്ത് നല്ല വൃത്തിയായിട്ട് മൂത്ത് നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അവിടെ മത്തി ഫ്രൈയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് മേലിലും വേണ്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ വിഭവങ്ങളാണ് മത്തി ഫ്രൈ, മത്തി മാങ്ങ ഇട്ട് വെച്ചത്, ബീറ്റ്റൂട്ട് തോരന്. എന്തൊരു ഭംഗിയാണ് ബീറ്റ്റൂട്ടിന്, കണ്ടല്ലോ. അപ്പം ബീറ്റ്റൂട്ട് തോരനുണ്ട്. പിന്നെ അങ്ങ് സാലഡിന് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.